السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിവുകേടും അശക്തതയുമെല്ലാം നമുക്ക് വളരെയധികം ബോധ്യമായ ഒരു സന്ദർഭമായിരുന്നു കോവിഡിൻ്റെ കാലഘട്ടം. വൈദ്യശാസ്ത്രം ഇത്രയധികം പുരോഗതി പ്രാപിച്ചിട്ടും ഒരു ചെറിയ വൈറസ് മനുഷ്യലോകത്തെ എത്രമാത്രം പിടിച്ചുകുലുക്കി, ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചു വീണു. മനുഷ്യന്മാർ ശരിക്കും പരിഭ്രാന്തരായി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ മനുഷ്യൻ വളരെ നിസ്സാരനായി തീരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു പടച്ചറബ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത് വയനാട് സംഭവിച്ച മഹാദുരന്തവും അതിൻ്റെ സന്ദേശവും മറ്റൊന്നല്ല. എത്ര വലിയ വീടുകളാണെങ്കിലും ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പടച്ചറബിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ നമ്മൾ പൂർണ്ണമായും സീറോ ആണ്. അത്രയും ദുർബലനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇനിയും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ധിക്കാരം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ 3 തവണ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞ ഒരു ആയത്തുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ കണക്കാക്കേണ്ടത് പ്രകാരം കണക്കാക്കുന്നില്ല. 3 വ്യത്യസ്തമായ സന്ദർഭങ്ങളിലാണ് അള്ളാഹു ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 91-ാമത്തെ ആയത്തിലാണ്. ആ ആയത്തിന്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയ് ഇറക്കി കൊടുക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടമുള്ള ആളുകൾക്ക് വഹയ് കൊടുക്കാൻ കഴിവുള്ളവനാണ്, പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ കഴിവിന്റെ മഹാത്മ്യം വിശദീകരിക്കുകയാണ് അവിടെ. രണ്ടാമത് സൂറത്ത് ഹജ്ജിൽ 74-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യന്മാരുടെ നിസ്സഹായ അവസ്ഥ വിശദീകരിക്കുമ്പോഴാണ് അല്ലാഹു വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി എന്ന് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. നിശ്ചയമായും അല്ലാഹുവാണ് ഏറ്റവും ശക്തിയുള്ളവൻ, പ്രതാപമുള്ളവൻ അവനാണ്.
അള്ളാഹു അല്ലാതെ നിങ്ങൾ ദൈവങ്ങളായി കണക്കാക്കുന്ന മനുഷ്യരായിരുന്നാലും മലക്കുകളായിരുന്നാലും ജിന്നുകളായിരുന്നാലും കല്ലായിരുന്നാലും വലിയകളാണെങ്കിലും അതിന് മടവൂരല്ല ആരായിരുന്നാലും അവർക്ക് അങ്ങേറ്റം ദുർബലന്മാരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവിടെയും വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ടത് പ്രകാരം കണക്കാക്കിയില്ല. രണ്ടാമത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്, മൂന്നാമത്തെ കാര്യം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്താണ് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ വാനലോകത്തെ പടച്ചുണ്ടാക്കിയവൻ പടച്ച റബ്ബാണ്. അവന്റെ വലതിൽ അവൻ ആകാശങ്ങൾ ചുരുട്ടിപ്പിടിക്കുന്നു. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് അള്ളാഹു എത്ര വതആല അമ്മാ യുശ്രികൂൻ. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ടത് പ്രകാരം കണക്കാക്കിയില്ല. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്വം വിശദീകരിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആൻ എമ്പാടുമുണ്ട്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമുക്ക് കാണാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരാണ് പടച്ച റബ്ബ്? അവൻ റബ്ബുൽ ആലമീനാണ്. എന്താണ് ആലം എന്ന് പറഞ്ഞാൽ? അള്ളാഹു അല്ലാത്തതെല്ലാം ആലമാണ്. അള്ളാഹുവിന്റെ അർശ്, അള്ളാഹുവിന്റെ കുർസിയ്, ഈ സപ്തവാനങ്ങൾ, വാനലോകത്തുള്ള മുഴുവൻ പിന്നെ ജീവജാലങ്ങളും, അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും ഗാലക്സികളും മിൽക്കി വേകളും ബ്ലാക്ക് ഹോൾസുകളും എല്ലാം ആലമാണ്. ആ ആലമിന്റെ എല്ലാം റബ്ബായ പടച്ച റബ്ബ്, അതിനെല്ലാം പരിപാലിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതിനൊന്നും ഒരു മനുഷ്യനും ഒരു പടപ്പിനും ഒരു ഇടപാടില്ല. എല്ലാ പടപ്പുകളെയും പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഇതൊരു വിശ്വാസിയായ മനുഷ്യന് പോയിട്ട് ഒരു മനുഷ്യന്, ബുദ്ധിയുള്ള മനുഷ്യന് തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹ് പറഞ്ഞത്. ഒരു വിശ്വാസി പോകട്ടെ, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ അഖിലവും എതിരാളികൾ പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തെ മുഴുവനും ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, അവർ തങ്ങളുടെ ആരാധ്യന്മാരാണെന്ന് അവർക്കാർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. ഫിർഔനെ പോലത്തെ ചെറുധിക്കാരികൾ മാത്രമാണ് അതിന് അപവാദമായി കൂടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസികളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. ആകാശഭൂമികളെ കുറിച്ച് വിശ്വാസികൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എതിരെന്താ അവർക്ക് ബോധ്യമാകുക? സിയമ്മടമൂരാണ് ഇത് പടച്ചത് എന്നാണോ? റബ്ബനാ മാ ഖലഖത, പടച്ചവനെ നീ ഇത് പടച്ചിട്ടുള്ളത്. ആകാശങ്ങളെ പടച്ചത് നീയാണ്, ഈ ഭൂമിയെ പടച്ചത് നീയാണ്, ഇതിലുള്ള അണ്ടഘടാഹങ്ങളിലുള്ള മുഴുവൻ നക്ഷത്രാദികളെയും ഒരു അണുവിനെ പോലും പടച്ചത് നീയാണ്. അതൊക്കെ നീ പടച്ചത് ബാത്തിലായിക്കൊണ്ടല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. വഖിന അദാബന്നാർ, അല്ലാഹു ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഇതാണ് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഈ പടച്ച റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് സാദൃശ്യനായിക്കൊണ്ട്, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അള്ളാഹുവിന് സാദൃശ്യനായിക്കൊണ്ട്, സദൃശ്യമുള്ളവനായിക്കൊണ്ട് ഒരു പടപ്പിനെയും അവന് കാണാൻ സാധ്യമല്ല. കാരണം അള്ളാഹു അല്ലാത്തതെല്ലാം പടപ്പുകളാണ്. പടച്ചവൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ലൈസ കമിസ്ലിഹി ശൈഉൻ, പടച്ചവനെ പോലെ ഒന്നും തന്നെ ഇല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, ലോകത്ത് പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിന് തുല്യരായ ഒരു അഹദുമില്ല, ഒരു മലക്കുമില്ല, ഒരു ജിന്നുമില്ല, ആരും തന്നെ ഇല്ല. ആ പടച്ച റബ്ബിന്റെ മഹാത്മ്യം എത്രമാത്രമുണ്ട്. ഇത് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് വലിച്ച ശ്വാസം അത് താഴേക്ക് തിരിച്ചുവിടാൻ പോലും ശക്തിയില്ലാത്ത, വഖുലിഖൽ ഇൻസാനു ദഈഫ, അത്രയും ദൗർബല്യമുള്ള, ജനിക്കുമ്പോൾ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലും ശക്തിയില്ലാത്ത, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 28 ദിവസം ആ മുട്ടത്തോടിനുള്ളിൽ നിന്ന് ജീവിച്ച് അതിന്റെ ജീവനുമായി കൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ അത് ഓടിച്ചാടുകയാണ്. പക്ഷെ 9 മാസക്കാലം തന്റെ മാതാവിന്റെ ഉദരത്തിലിരുന്നാലും ഒരു മനുഷ്യക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. വഖുലിഖൽ ഇൻസാനു ദഈഫ, ഒരു ആടും കുട്ടിയുടെ പോലും പവറില്ലാത്ത, ഒരു കോഴിക്കുഞ്ഞിന്റെ പോലും പവറില്ലാത്ത ഈ ദൗർബല്യമുള്ള മനുഷ്യന്മാരിൽ ചില ധിക്കാരികൾ പറയുന്നു ഇന്ന ആള് പടച്ചവനാണ്. അവരാരോടാണ് മത്സരിക്കുന്നത്?
പടച്ച റബ്ബിനോടാണോ മത്സരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു. ലൈസ കമിസ്ലിഹി ശൈഉൻ. പടച്ചവനും പടപ്പുകളും തുല്യരല്ല. ആരാണ് പടച്ചവൻ? അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്. പടച്ചവനും പടക്കാത്തവനും തുല്യരല്ല. CM മടവൂരാണ് പടച്ചത് എന്ന് ആളുകൾക്ക് ഞങ്ങളുടെ പടച്ചവൻ അയാളാണെന്ന് വാദിക്കുന്നവർ, അവരുടെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഇതിന്റെ ആളുകൾ ഉത്തരം പറയണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലാഹുവിന് പുറമെ വേറെയും ചില പടച്ചവന്മാരുണ്ട്, ആരാധ്യന്മാരുണ്ട്. ലൻ യഖ്ലുഖൂ ദുബാബൻ. ഒരു നിസ്സാരമായ ഈച്ചയെ പോലും അവർ പടച്ചിട്ടുണ്ടോ? ഒരു ഈച്ചയുടെ പോലും പടച്ചവനല്ല അവർ. പിന്നെയല്ലേ മനുഷ്യന്റെ പടച്ചവനാകുന്നത്? ഒരു ഈച്ചയെ പോലും അവർക്ക് പടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയോ അങ്ങനെ പടച്ചവനാണെന്ന് വാദിക്കുന്നവരോട് വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുന്നു. ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാ അറൂനി മാദാ ഖലഖൂ മിനൽ അർളി. ശരി, എങ്കിൽ കാണിച്ചു തരൂ. ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ പടപ്പുകളെയല്ലാതെ, ആ പടച്ചവന്റെ പടപ്പുകളെയല്ലാതെ നിങ്ങൾ പടച്ച ഒരു പടപ്പിനെ നിങ്ങൾ കാണിച്ചു തരൂ. അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്. നിങ്ങൾക്ക് മാത്രമല്ല, അംലഹും ശിർക്കും ഫിസ്സമാവാതി, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? ഇതിനൊന്നും ഉത്തരം പറയാൻ അത് CM മടവൂരിനെ പടച്ചവനാക്കിയവർക്കും കഴിയില്ല, പാട്ടുണ്ടാക്കിയവർക്കും ആർക്കും കഴിയാത്ത ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ആശയമാണ്. അതിന് ഖുർആൻ പഠിക്കണ്ടേ? ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ആളുകളെ വിലക്കിക്കഴിഞ്ഞ് ആ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് ആളുകൾ കടന്നു പോകാതിരിക്കാൻ പരിഭാഷ പാടില്ല, പരിഭാഷ ചുട്ടീകരിച്ച അല്ലെങ്കിൽ അത് കടലിൽ ചവിട്ടിത്താഴ്ത്തിയ പ്രസ്ഥാനത്തിന്റെ ആളുകളിൽ, അവരുടെ പിൻഗാമികളിൽ നിന്ന് ഈ വാദക്കാർ പുറത്തു വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇനിയോ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നപ്പോ ആ പ്രവാചകന്റെ എതിരാളികളായ ആളുകളോട് പോലും എന്താ ചോദിച്ചാൽ അബൂജഹലിനോട് ചോദിക്കാനും, അല്ല അബൂജഹല്, അന്റെ പടച്ചോനാരാ? ഇബ്രാഹിം നബിയാണ് എന്നാണ് അബൂജഹലിന്റെ മറുപടി. CM മടവൂരിനേക്കാൾ മഹത്വമുള്ള വ്യക്തിയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, വദ് സ്വാ യഗൂസ് യൗഖി നസ്ർ. ഇവരൊക്കെ ഈ CM മടവൂരിനേക്കാൾ നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, മൂത്രമൊഴിച്ചാൽ കഴുകാത്ത, വൃത്തിയും വെടിപ്പും ഈമാനുമില്ലാത്ത ഈ മനുഷ്യനേക്കാളൊക്കെ നൂറുകണക്കിനല്ല കോടിക്കണക്കിന് 10 മടങ്ങ് അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ള മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെ ആരാധിച്ച മക്കത്തെ മുശ്രിക്ക് പറയും, വലൈൻ സഅൽതഹും മൻ ഖലഖഹും. ആരാ നിങ്ങളെ പടച്ചോന്? എന്താ അവരെ മറുപടി? ലയഖൂലുന്നല്ലാഹ്. പടച്ചോനാണ്, ഞങ്ങളുടെ പടച്ചോൻ അള്ളയാണ്. മക്കത്തെ മുശ്രിക്കിന്റെ പോലും ഈമാനില്ലാത്ത അവസ്ഥയിലേക്ക് സമസ്തയുടെ വിശ്വാസം, സമസ്തയുടെ ഈ വിശ്വാസത്തിന്റെ ചില ആളുകൾ പോയിരിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല. ഇതൊരു മനുഷ്യന്മാർക്ക് തർക്കിക്കേണ്ട വിഷയമല്ല. പടച്ചോനാരാ? ഒരു മനുഷ്യൻ എങ്ങനെ പടച്ചോനാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ കാര്യം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ജഅഫർ തഹാവി അദ്ദേഹത്തിന്റെ അഖീദത്തു തഹാവിയിൽ പറയാണ്, വലാ ശൈഅ മിസ്ലുഹു, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. അത് വിശദീകരിച്ചപ്പോൾ ഇമാം അബുൽ ഐസൽ ഹനഫി അദ്ദേഹം പറയുകയാണ്, ഇത്തഫഖ അഹ്ലുസുന്നത്തി അലാ അന്ന അല്ലാഹ തആല ലൈസ കമിസ്ലിഹി ശൈഉൻ. അഹ്ലുസുന്നക്ക് ഏകോപിച്ച അഭിപ്രായമുണ്ട്, അല്ലാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. ലാ ഫീ ദാതിഹി വലാ ഫീ സിഫാതിഹി വലാ ഫീ അഫ്ആലിഹി. അള്ളാഹുവിന്റെ ദാത്തിലോ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ. അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നു, വലാ ശൈഉ അജ്സുഹു, അള്ളാഹുവിനെ അശക്തനാക്കുന്ന ഒന്നുമില്ല. വലാ ഇലാഹ ഗൈറുഹു, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഇങ്ങനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലാ യുശ്ബിഹു ശൈഅൻ മിൻ ഖൽഖിഹി, അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് ഒന്നിനോടും സാദൃശ്യനല്ല. വലാ യുശ്ബിഹു ശൈഉൻ മിൻ ഖൽഖിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹുവിനോടും സാദൃശ്യമല്ല. വസിഫാത്തുഹു കുല്ലുഹാ ഖിലാഫു സിഫാത്തിൽ മഖ്ലൂഖീൻ, അള്ളാഹുവിന്റെ മുഴുവൻ വിശേഷണങ്ങളും മുഴുവൻ സൃഷ്ടികളുടെയും വിശേഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. ഇത് അഹ്ലുസുന്നയുടെ അഖീദയാണ്, ഇത് ഇമാമിങ്ങളുടെ അഖീദയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നയുടെ എല്ലാ ഇമാമിങ്ങളും പഠിപ്പിച്ച അഖീദയാണ്. പക്ഷേ ഈ അഖീദയിൽ നിന്ന്
ഈ ആളുകളെ ഈ പടച്ചവൻ വാദത്തിലേക്ക് കൊണ്ടെത്തിച്ച ചില ആളുകളുണ്ട്. അവരെ നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ഈ പടച്ചോൻ വാദം, ഈ മടവൂരിനെ പറ്റിയല്ല ലോകത്ത് നമ്മൾ ആദ്യം കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, ഇമാമിങ്ങളുടെ കാലശേഷം ജൂതന്മാർ ഈ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പിഴച്ച പാർട്ടിയാണ് ഷിയായിസം എന്ന് പറയുന്ന പാർട്ടി. ആ ഷിയായിസത്തിന്റെ എല്ലാ അഖീദ എടുത്ത് പരിശോധിച്ചാലും അബ്ദുല്ലാഹി ഇബ്നു സബഇ എന്ന് പറയുന്ന ജൂതൻ, ആ ജൂതന്റെ തനിച്ച ജൂതായിസം ആ ഷിയായിസത്തിന്റെ വിശ്വാസ കർമ്മ ആചാര മണ്ഡലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഷിയായിസം ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ നേരായ പാതയായ അഹ്ലുസുന്നയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ആ ഷിയാക്കൾ രൂപം കൊടുത്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്ന പിഴച്ച പ്രസ്ഥാനം. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എവിടെ നിന്നാണ് ഈ പിഴച്ചവാദം, പടച്ചോൻവാദം കടന്നു വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇവിടെ കേരളത്തിൽ അവതരിപ്പിച്ചത് സൂഫികളാണല്ലോ. യഥാർത്ഥത്തിൽ ഈ സൂഫിസം ഉണ്ടായിട്ടുള്ളത് ഷിയായിസത്തിൽ നിന്നാണ്. ലോകത്ത് സൂഫിസം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത ഏറ്റവും പ്രധാനികളായിട്ടുള്ള രണ്ട് പ്രധാനികളായ ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ട് പ്രധാനികൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരാണ് ആ രണ്ട് ആളുകളും? യഥാർത്ഥത്തിൽ ഷിയാക്കളായിരുന്നു. ഒന്ന് അബു ഹാഷിം അൽ കൂഫി എന്ന് പറയുന്ന മനുഷ്യൻ, ലോകത്തെ ആദ്യത്തെ സൂഫിയാണ് അയാൾ ഹിജ്റ 150 ജനിച്ചിട്ടുള്ളത്. 2-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ആദ്യത്തെ സൂഫിയായി അറിയപ്പെടുന്ന മനുഷ്യൻ. അയാളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ കൃത്യമായിക്കൊണ്ട് പറഞ്ഞു കാണാം, അദ്ദേഹം ഷിയഉൻ മിൻ അഹ്ലി കൂഫ, കൂഫക്കാരിൽപ്പെട്ട ഷിയായിരുന്നു. ഈ ഷിയായ മനുഷ്യൻ വേഷന്മാർ ഒരു പുതപ്പൊക്കെ പൊതിച്ച് ഞാൻ അഹ്ലുസുന്നയാണ്, ഞാൻ ഷിയ എന്നല്ല, ഞാൻ സൂഫിയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കയറിക്കൂടി. ഷിയാക്കളാണ് സൂഫിസം ഉണ്ടാക്കിയത്. ഇത് കൃത്യമായി തെളിവ് സഹിതമാണ് പറയുന്നത്. ഇതിനാർക്കെങ്കിലും ഖണ്ഡനമുണ്ടെങ്കിൽ അവർക്ക് ഗണ്ണിക്കാം. ഇതിന് മറുപടി ഇൻഷാ അല്ലാഹ് അപ്പ പറഞ്ഞുതരാം. ഇതാർക്കും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്ര യാഥാർത്ഥ്യം. രണ്ടാമത്തെ മനുഷ്യൻ ആരാറിയോ? അബദക്ക സൂഫി എന്ന് പറയുന്ന അബ്ദുൽ കരീം എന്ന് പറയുന്ന മനുഷ്യൻ. ഇമാം സമഅനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ, ഇന്ന തസവ്വുഫ ഫി ഉസൂലിഹിൽ ഊല കാന മുത്തസിലൻ ബിത്തശയ്യുഇ. സൂഫിസത്തിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഷിയാക്കളുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഷിയായിസത്തിലൂടെയാണ് ഈ പടച്ചോൻവാദം ഇസ്ലാമിലേക്ക്, ഇല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ പരിസരങ്ങളിലേക്ക് ചേക്കേറി വന്നത്. അത് കടത്തിക്കൊണ്ടുവന്നത് ഷിയാക്കളിലൂടെ സൂഫികളായിരുന്നു. ഈ സൂഫികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഹല്ലാജ് എന്ന് പറയുന്ന മനുഷ്യൻ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഇത് ഇന്നും നലി വന്നതല്ല, ഇതിന്റെ ചരിത്രമുണ്ട്. ലോകത്ത് ഞാനാണ് പടച്ചവനെന്ന് ഫിറഔനിന് ശേഷം വാദിച്ച ഒരു മനുഷ്യനാണ് ഹല്ലാജ് എന്ന് പറയുന്ന മനുഷ്യൻ. ഹല്ലാജ് സൂഫിയായിരുന്നു. ആ ഹല്ലാജിന്റെ സൂഫി മുഖമാണ് ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൂടി, ഹല്ലാജ് സൂഫിയല്ല, അയാൾ ഒറിജിനൽ ഷിയാണ്. ഇത് മുജാഹിദുകൾ കണ്ടെത്തിയ വാദമല്ല. തദ്കിറത്തുൽ ഔലിയായിൽ കാണാം, വകാന അബൂ സഈദ് ഹാദാ സമീൽ ഹല്ലാജ് അൽ ഹുസൈൻ ബിൻ മൻസൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കത്തെ കഅബാലയത്തിങ്കൽ നിന്ന് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ കറാമിത്തകൾ, ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയി ഹിജ്റ 309. ആ ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയിട്ടുള്ള കറാമിത്തകളുടെ നേതാവ് അബൂ സഈദ് പിന്നെ ഖർമത്തി എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ ഹല്ലാജിന്റെ കൂട്ടുകാരനായിരുന്നു. അഥവാ കഅബയിൽ നിന്ന് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോകാൻ വേണ്ടി കൂട്ടിനിന്ന് അതിന്റെ അയാളുടെ കൂട്ടുകാരനായിരുന്നു ഹല്ലാജ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ ഹല്ലാജ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബ്നു നദീം അദ്ദേഹത്തിന്റെ ഫിഹ്റിസ്തിൽ പറയാണ്, അദ്ദേഹം ഇന്നൽ ഹല്ലാജ കാന യുദ്ഹിറു മദ്ഹബ ശിആ ലിൽ മുലൂക്കി, രാജാക്കന്മാരെ അടുത്തെത്തുമ്പോൾ ഷിയായിസം പ്രകടിപ്പിക്കും. വമദ്ഹബു സൂഫിയ ലിൽ ആമത്തി, സാധാരണക്കാരന്റെ അടുത്തെത്തുമ്പോൾ അയാൾ സൂഫി ആയിക്കൊണ്ട് അറിയപ്പെടും. ഈ ഹല്ലാജാണ് ഈ പടച്ചോൻ വാദത്തെ ഈ സമുദായത്തിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഈ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ഹല്ലാജ് ഇയാള് ഞാൻ പടച്ചോനാണ് വാദിച്ച ആളാ, ഞാനാണ് പടച്ചോന്. ഇപ്പൊ CM മടവൂര് പറഞ്ഞു അനല്ലാ എന്ന് പറഞ്ഞില്ലേ, ഞാൻ പടച്ചോനാണ് എന്ന് CM മടവൂരിന് മുമ്പ് വാദിച്ച ഒരാളുണ്ട്. അതാണ് ഹല്ലാജ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഹല്ലാജ്
ഈ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇപ്പൊ ഇവിടെ CM മടവൂരിന്റെ വിഷയം പറയുമ്പോൾ ഹല്ലാജിന്റെ വിഷയം ഞാനത് വിശദീകരിക്കാം. ഈ ഹല്ലാജിനെ സംബന്ധിച്ച് ആദ്യം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഹുക്കുമ് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇയാൾ ആരാന്ന് ആദ്യം മനസ്സിലാക്കിക്കോളി. ഈ ഇസ്സ് ബിൻ അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഹുവ ശൈഖു സൂഇൻ കദ്ദാബ്. ഈ ഹല്ലാജ് പെരുങ്കള്ളനാണ്. കേട്ടോളി. ഒന്ന്, ഇമാം ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാനിൽ പറയാണ്, വഖദ് കുന്തു സഅൽതു ശൈഖനാ സിറാജുദ്ദീൻ ഇമാം ബുൽഖൈനി അൻ ഇബ്ൻ അറബി. ഇബ്ൻ അറബിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഹല്ലാജിനെ കുറിച്ചുമൊക്കെ ഞങ്ങൾ പണ്ഡിതന്മാരോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇബ്ൻ അറബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാഫറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ൻ ഖൽഖാൻ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ കൊല്ലൽ അനുവദനീയമാണെന്ന് ഹല്ലാജിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും വിധി കൊടുത്ത ആളാണ് അദ്ദേഹം. ഖാദി എന്ന് പറയാണ്, അജ്മഅ ഫുഖഹാഉ ബഗ്ദാദ് അയ്യാമുൽ മുഖ്തരി മിനൽ മാലിക്കിയ മദ്ഹബിൽപ്പെട്ട മുഖ്തദിർ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം ഹല്ലാജിനെ വധിച്ച ആളാണ്. ആ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വധിക്കാൻ അലാ ഖത്ൽ ഹല്ലാജ് വസൽബിഹി, ഈ ഹല്ലാജിനെ കൊന്നുകളയാനും അയാളെ ക്രൂശിലേറ്റാനും അന്ന് ഫത്വ കൊടുത്തതിന് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹം കാനത്ത് ലഹു ബിദായത്തുൻ ജയ്യിദ, ഹല്ലാജിന് തുടക്കത്തിലൊക്കെ നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ സുമ്മൻ സലഖ മിനദ്ദീൻ, അയാൾ ദീനിൽ തെറിച്ചു പോയാലാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖദ് ഇത്തഖഫ ഉലമാഉ ബഗ്ദാദ് അലാ കുഫ്രിൽ ഹല്ലാജ്, ഹല്ലാജ് കാഫിറാണെന്ന വിഷയത്തിൽ ബഗ്ദാദിലുള്ള മുഴുവൻ ഉലമാക്കളും യോജിച്ചിട്ടുണ്ട്. വാജ്മഉ അലാ ഖത്ലിഹി വസൽബിഹി, ആ ഹല്ലാജ് അയാളെ കൊല്ലപ്പെടേണ്ടവനാണെന്നും അയാൾ ക്രൂശിക്കപ്പെടേണ്ടവനാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഒരു എതിരഭിപ്രായവുമില്ല എന്നിങ്ങനെ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ഫത്വകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ സമസ്തക്കാര് ഹല്ലാജിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? ഹല്ലാജിന്റെ പിഴച്ചവാദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഹല്ലാജ് പറഞ്ഞു, ഞാൻ അള്ളയാണ്, ഞാൻ അള്ളയാണെന്ന് ഹല്ലാജ് പറഞ്ഞു. മാത്രവുമല്ല, തന്റെ വീട്ടിലുള്ള തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും തന്റെ മക്കളുടെ ഭാര്യമാരോടുമൊക്കെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഹല്ലാജ് കൽപ്പിച്ചിരുന്നു. അപ്പൊ വീട്ടിലുള്ള ആളുകൾ ചോദിച്ചു, പടച്ചോനല്ലേ സുജൂദ് ചെയ്യേണ്ടത്? ഇലാഹും ഫിസ്സമാ ഇലാഹും ഫിൽ അർദ്, ആകാശത്തൊരു പടച്ചോൻ, ഭൂമിയിലൊരു പടച്ചോൻ, അതുകൊണ്ട് ഭൂമിയിലെ പടച്ചോൻ ഞാനാണ്, എനിക്ക് സുജൂദ് ചെയ്തോളി. ഇതാണ് ഹല്ലാജിന്റെ വാദം. എന്നാ മനസ്സിലാക്കിക്കോളി, ഈ ഹല്ലാജിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആ കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ മനുഷ്യന്മാരും ഉലമാക്കളും അയാൾ കാഫിറാണെന്ന് പറഞ്ഞു, അയാളെ കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ബഗ്ദാദിലെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹല്ലാജിനെ മുസ്ലിം ഭരണാധികാരികൾ കൊന്നുകളഞ്ഞു. എന്നാൽ നമ്മുടെ സമസ്തയുടെ മാലക്കാരനുണ്ട്. ഇപ്പോ CM മടവൂര് പടച്ചോനാണ് എന്ന് വാദിച്ചപ്പോ പേരോട് മുസ്ലിയാര് പ്രസംഗവുമായി രംഗത്ത് വന്നു. ഞങ്ങൾക്കതിന് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഹസനുണ്ട്, ഒരു ഫൈസൽ ഹസനി എന്ന് പറഞ്ഞ ആള്, ഇത് അള്ളാഹു അല്ലാതെ പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ മുസ്ലിങ്ങളല്ല. ആയിക്കോട്ടെ, എന്നാലേ ഇവിടെ ആരൊക്കെ ഈ ഇസ്ലാം എന്ന് പുറത്തുള്ള ലിസ്റ്റ് ഇവിടെ വായിച്ചു തരാം. ഞങ്ങള് ഇതൊക്കെ മറുപടി പറയണം. ഞങ്ങള് ഈ CM മടവൂര് പടച്ചോനല്ല എന്ന് ഈ സമസ്തയുടെ ആശയം പേറുന്നവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹ്സനിമാരെ, അതുപോലെ തന്നെ സഖാഫിമാരെ, നിങ്ങളാണ് അതിന്റെ ഒന്നാമത്തെ പ്രതികൾ. തെളിവാ പറഞ്ഞ കേട്ടോ. ഹല്ലാജ് എന്ന് പറയുന്ന കാഫിറായ മനുഷ്യൻ, ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് എന്താ സമസ്തക്കാരന്റെ വിശ്വാസം? അയാൾ ഇസ്ലാം എന്ന് പുറത്തുനിന്നാണോ? അല്ല കേട്ടോ. ഇതാ എന്താ മാലയിലുള്ളത്? ഹല്ലാജെ കൊല്ലുന്നാൾ അന്നു ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈഫിടിച്ചോനും എന്ന് പറഞ്ഞോവർ എന്ന് പറഞ്ഞാൽ, ഹല്ലാജിനെ കൊല്ലുന്ന ദിവസത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊല്ലുന്ന ഭരണാധികാരിയുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് മൊയ്തി ശേഖ് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ മൊഹിദി മാലയിലുണ്ട്. അപ്പൊ ഹല്ലാജ് കൊല്ലപ്പെടേണ്ടവനല്ല എന്നാണ് നിങ്ങളുടെ മാലയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിന് മാലയ്ക്ക് വ്യാഖ്യാനം ഇത്
എന്തും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു ഫൈസി ഉണ്ട് സമസ്തയിൽ, മുസ്തഫൽ ഫൈസി എന്ന അയാളുടെ പേര്. അയാൾ ഇതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മാലയ്ക്കെതിരാണ് ഇവർ. കാരണം എന്താ വെച്ചാൽ മാലയിൽ തന്നെ പറയുന്നുണ്ട് മൊയ്തി ഷേഖ് റസൂലുള്ളാഹിന്റെയും മുമ്പുണ്ട്, അതുപോലെ തന്നെ ആദം നബിന്റെ കാലത്തുണ്ട്, അതുപോലെ തന്നെ മിറാജിന് പോയപ്പോഴും ഉണ്ട്, എല്ലായിടത്തും മൊയ്തി ഷേഖ് ഉണ്ട്. റസൂലുള്ളാഹിക്ക് കാല് തെറ്റിയപ്പോൾ മൊയ്തി ഷേഖ് കാണിച്ചു കൊടുത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് വെച്ചാൽ ഹല്ലാജിനെ കൊല്ലുന്ന അന്ന് ഞാൻ ഇല്ല, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ കൈപിടിക്കും. അത് വൈരുദ്ധ്യമാണല്ലോ. അപ്പൊ ഈ ഫൈസിക്ക് ഇത് മനസ്സിലായി, ഈ വരി അപകടമാണല്ലോ, അത് ബുദ്ധിയുള്ള മുജാഹിദീങ്ങൾ പിടിക്കല്ലോ. അപ്പൊ മൂപ്പര് എന്നെ വ്യാഖ്യാനം ചെയ്തെന്താ വെച്ചാൽ ഹല്ലാജിനെ കൊന്ന അന്ന് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മാലയിലുള്ളത് അന്ന് ഞാൻ ഉണ്ടെങ്കിൽ എന്നൊക്കെ എന്താ മാലക്കാരൻ പറഞ്ഞ്, ഹല്ലാജെ കൊല്ലുന്ന ആൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ, അന്ന് ഞാൻ പ്രവർത്തനം എന്നാ അന്ന് എന്നെ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ എന്നല്ല, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈ പിടിച്ചൊന്നും എന്ന് പറഞ്ഞോ പറഞ്ഞ. എന്നിട്ട് ഇയാൾ ഇതിന് ഭയങ്കരമായ വ്യാഖ്യാനം പറയുന്നുണ്ട്. അറിയോ, ഈ മുസ്ലിം പണ്ഡിതന്മാർ കാഫിർ നിറഞ്ഞ തലയെടുത്ത മനുഷ്യനെ പറ്റി ദൈവിക പ്രേമത്തിലും ലയിച്ച, ആധ്യാത്മിക ചിന്തയിലും ദൈവിക പ്രേമത്തിലും ലയിച്ചതിനാൽ ആത്മ സംയമനവും സ്വബോധവും നഷ്ടപ്പെട്ട ഒരു ത്യാഗി വര്യനായിരുന്നു അദ്ദേഹം. ആര്? കാഫറായ മനുഷ്യൻ പണ്ഡിതന്മാർ വിത്ത് പടുത്തു കൊടുത്ത ആള്. അനല്ലാ എന്ന് പറഞ്ഞ ആളെ ത്യാഗി വര്യനാക്കിയ സമസ്തക്കാരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് പടവൂരിനെ പടച്ചോനാക്കിയ പാട്ടിനെ പറ്റി കാമം ഇട്ടാൻ പറ്റൂല? നിങ്ങൾക്ക് കാമം ഇട്ടാൻ നിങ്ങൾക്ക് അധികാരമില്ല. അല്ലെങ്കിൽ ആദ്യം ഈ മാല നിങ്ങൾ വലിച്ചെറിയണം. മൊയ്തി മാല തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ലാതെ ഒരു സമസ്തക്കാരനും ആ പാട്ടിനെ കുറിച്ച് കാമം ഇട്ടാൻ അധികാരമില്ല. കാരണം എന്താ? കാഫറാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ കൊടുത്ത, ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞ വിഷയത്തിൽ കാഫറാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ കൊടുത്ത ഹല്ലാജിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞെന്താ? അയാൾ ആത്മീയതയിൽ ലയിച്ച ആളാണ്. കേട്ടോ, സാധാരണക്കാരിൽ ഭ്രാന്തന്മാരുണ്ടല്ലോ, ഇതുപോലെ ഔലിയാക്കളിലുമുണ്ട് ഭ്രാന്തന്മാർ. നമ്മൾ കേട്ടിട്ടില്ല. അള്ളാന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും വലിയ ഔലിയാണ് അള്ളാന്റെ ഹബീബ റസൂലുള്ളാഹിന്റെ ഒന്നാമത്തെ സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ സഹാബത്ത് കുല്ലുഹും ഔലിയ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഔലിയാക്കന്മാര്, ഇവരൊന്നും ഭ്രാന്തന്മാരാണെന്ന് നമ്മളിവിടെ പഠിച്ചില്ല. ഇത് ശിയാക്കൾ ഉണ്ടാക്കിയ ദീനാണ്, ഇത് അള്ളാന്റെ ദീനല്ല. ആ ദീനിൽ നിരവധി പടച്ചവന്മാരുണ്ട്. ഇനി ആളിങ്ങനെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട്. ഇയാൾ ആ ഹല്ലാജിനെ വ്യാഖ്യാനിച്ച് ഇയാൾ ഇപ്പോ ഒരു പുതിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. സമസ്തക്കാർ ശരിക്കും മറുപടി പറയണം. ഈ പാട്ടിനെ കുറിച്ച് ഞങ്ങൾക്കതുമായി കൊണ്ട് ബന്ധമില്ല, കുരുവട്ടൂരികൾ പറഞ്ഞു. എന്താ കുരുവട്ടൂരികൾ പറഞ്ഞ്? ഞങ്ങൾക്കത് യാതൊരു ബന്ധമില്ലെങ്കിൽ ആദ്യം നിങ്ങൾ വലിച്ചെറിയേണ്ടത് ഈ മൊയ്തീമാലയാണ്. മൊയ്തീമാലയിൽ എന്താ ഹല്ലാജിനെ കുറിച്ച് പറഞ്ഞത്? ഇല്ലെങ്കിൽ മൊയ്തീമാല തെറ്റാണെന്ന് പറയും, ഹല്ലാജ് കാഫറാണെന്ന് പറയൂ. ഹല്ലാജിന്റെ വാദം എന്താ? അതല്ലേ ഈ പാട്ടിലും പറഞ്ഞിട്ടുള്ളത് മടവൂര് പടച്ചോനാണെന്ന്. ഹല്ലാജ് പറഞ്ഞ ഞാൻ പടച്ചോനാന്ന് പറഞ്ഞ ഹല്ലാജിനെ നിങ്ങൾക്ക് സൂഫിയായി നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പാട്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാം? ഇതെന്താ അറിയോ? ത്രിമാന തീർത്ഥം എന്ന് പറയുന്ന പുസ്തകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫൈസിന്റെ പലിശാദി പിന്നെ വ്യാഖ്യാനിച്ച് പിന്നെ ഹലാലാക്കിയ സമസ്ത ഔട്ടായി പോയാളാണ്. പിന്നീട് വീണ്ടും സമസ്തന്റെ ഉള്ളിൽ കയറി. അയാൾ ഇതിൽ പറയുന്നൊരു ഹെഡിങ് ഉണ്ട്. എന്താ അറിയോ? ശതഹാത്ത്, അതിവചനങ്ങൾ, ഓവറായിട്ടുള്ള വാക്കുകൾ എന്നാണ് ഇതിന്റെ വാചകം തന്നെ. കേട്ടോളി. മഹാന്മാരായ സൂഫികളുടെ പ്രവർത്തനങ്ങളും വചനങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തും, ചിന്തിപ്പിക്കും, നാം അന്താളിക്കും. അപാരമായ ദൈവിക പ്രേമത്താൽ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ അവരിൽ നിന്ന് അനിയന്ത്രിതമായി സംഭവിക്കുന്ന കടന്ന വാക്കുകളാണ് അതിവചനങ്ങൾ. പിന്നെ ലൈസൻസ് ഉണ്ടാവില്ല, എന്തും പറയും. അങ്ങനെ പറഞ്ഞ് ഇതിന്റെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണ് മഹാനായ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ് റാ. ഏതാണോ ഈ റാ? നിങ്ങൾ പറയണം. ഈ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കാഫറാണെന്ന് ഫത്വ കൊടുത്ത അയാളെ കുറിച്ച് നിങ്ങൾ റാ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ ഈ റാന്റെ അർത്ഥം? ഇത് സമസ്തയിലെ സാധാരണക്കാർ ശരിക്കും തിരിച്ചോ? ഈ പറയുന്ന പച്ചയായ കുഫർ നിങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് സമസ്തക്കാര്. ആ കുഫർ കൊണ്ടു നടന്നിട്ട് ഈ കുഫർ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ അത് ഞങ്ങൾ എതിർത്തോളാം. മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ അതിന് അധികാരമുള്ളൂ, നിങ്ങൾക്കതിന് അധികാരമില്ല. നിങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. എന്നിട്ട് ഹല്ലാജിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളി. സാധാരണക്കാരെ സമസ്തക്കാർ ശ്രദ്ധിച്ചോളി. ഈ പണ്ഡിതന്മാർ നിങ്ങളെ പടച്ചവനിലേക്കല്ല വിളിക്കുന്നത്, നിങ്ങളെ നരകത്തിലേക്കാണ്. നിങ്ങൾ നരകത്തിലേക്ക് വിളിക്കും. ഇത് മലയാളത്തിൽ പുസ്തകം ഞാൻ വായിക്കണത്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇയാൾ പറയാറിയോ? ഈ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയാണ്, പിന്നെ
ഇത്തരം ന്യായീകരങ്ങൾ ഹല്ലാജ് പറയാണ്. ഇല്ലാത്ത മഹത്വത്തിന്റെ പേരിൽ സ്തുതി കീർത്തനം ഇഷ്ടപ്പെടുന്നവരും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വിമർശനം ആഗ്രഹിക്കുന്നവരുമുണ്ട്. രണ്ടാം വിഭാഗത്തിലാണ് ഹല്ലാജ്. ഇതിന് നല്ല സഹനശക്തിയും താഴ്മയും വേണം. ഉയർന്ന വിശ്വാസിയുടെ ലക്ഷണമാണത്. തന്റെ ചില പ്രവർത്തികൾ പോലെ തന്നെയായിരുന്നു സംസാരങ്ങളും. അനൽ ഹക്ക്, അനല്ലാ, ഈ ജുബ്ബയിൽ അള്ളാഹു ഒഴികെ ഇല്ല തുടങ്ങിയ അനേകം വചനങ്ങൾ തൻ്റെതായുണ്ട്. ഇതെല്ലാം മതപരിത്യാഗമാണെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്ന് പറഞ്ഞതൊക്കെ കുഫറാന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ അടുത്തടിങ്ങ നിരപരാധി, ഹല്ലാജ് നിരപരാധിയാണെന്നാണ്. എന്നിട്ട് പറയാണ് അയാൾ അനല്ലാ എന്ന് ഹല്ലാജ് പറഞ്ഞില്ലേ, അനല്ലാഹു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ എന്നാ പിന്നെ CM ഒരു പടച്ചനെ നിറഞ്ഞ് വ്യാഖ്യാനിച്ചൂടെ? നിങ്ങൾ എന്തിനാ എത്ര കൊട്ടിയും കൊറിവെടുത്ത് പോണത്? അനല്ലാ എന്ന് ഹല്ലാജ് പറഞ്ഞത് നമുക്ക് വ്യക്തമായി വ്യാഖ്യാനിക്കാം. എന്താ വ്യാഖ്യാനം? അന അറബി ഭാഷയിൽ ഏറ്റവും ഉയർന്ന സൂപ്പർലെറ്റീവ് നാമമാണ്. ഇങ്ങനെയുള്ള നാമമാണ്. അള്ളാഹു മാത്രമല്ല അനാനിയത്ത് എന്ന് കുറിക്കും. ഇതറിയിക്കുന്നവൻ അള്ളാഹു തന്നെയല്ലേ? അപ്പൊ തന്നെയുമല്ല, ഓരോ മനുഷ്യനുള്ളിലുള്ള യഥാർത്ഥ ഞാൻ തന്റെ ആത്മാവാണ്. ആ ആത്മാവട്ടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ പ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അനല്ലാ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഇയാൾ ഇതിൽ വ്യാഖ്യാനിച്ചത്. ഇനി കേട്ടോ, ഇത് മാത്രമല്ല കേട്ടോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് സംസാരിച്ചില്ലേ, അതിനെക്കുറിച്ച് ഇയാൾ പറഞ്ഞെന്തറിയോ? അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ അള്ളാഹുവാണ്. അപ്പൊ മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ചോ? കല്ലാം അള്ളാഹു മൂസ എന്ന് പറഞ്ഞാൽ മൂസയും അള്ളാഹ് തന്നെയാണ്, അള്ളയും മൂസ അള്ളാഹു മൂസ എന്താ പറയാ, മൂസാ നബി അള്ളയാണ്, സംസാരിച്ച അള്ളയും അള്ള തന്നെയാണ്. ഇതിലിപ്പോ ആരോടാ സംസാരിച്ചത്? ഇയാൾ ഇതൊന്നും മാത്രമല്ല, ഇതിനേക്കാട് വലിയ കുഫ്ർ ഇതിലെന്താ അറിയോ? ഫിറോൻ കാഫറാന്നറിയാത്ത ലോകത്ത് ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ടോ സഹോദരന്മാരെ? സമസ്തക്കാർ ശരിക്കും ചിന്തിച്ചോളി. ഫിറോൻ കാഫറാണെന്നറിയാത്ത ലോകത്ത് ഏതെങ്കിലും മുസ്ലിമുകളുണ്ടോ? എന്നാൽ ഇയാൾ ഇതിൽ പറയാണ് ഫിറോൻ കാഫറല്ല, ഫിറോൻ മുസ്ലിമാണ്. ഫിറോനിനെ മുസ്ലിമാക്കാൻ ഇയാൾ ഇതിൽ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ അറിയാം? ഫിറോനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ എന്താ പറയാ, സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ എടുത്തു വളർത്തിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാള് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വെറുതെ കാഫിറായി വിടുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? അത് ഫിർഔൻ എന്താണ്? ആ ഫിർഔൻ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയ കുഫർ. അപ്പം അനല്ലാ എന്ന് പറഞ്ഞ അന റബ്ബുക്കുമുല്ല അല എന്ന് പറഞ്ഞ ഫിറോൻ കാഫിറല്ല, ഫിറോൻ മുസ്ലിമാണ്. അനല്ലാ എന്ന് പറഞ്ഞ ഹല്ലാജ് മുസ്ലിം അല്ല, കാഫിറല്ല, മുസ്ലിമാണ്. അപ്പൊ പിന്നെ ഈ വാദം എങ്ങനെയാണ് സമസ്തക്കാരെ പഴച്ച വാദാകുക? ഈ വാദം ഇവിടെ മടവൂരാണ് പടച്ചോൻ എന്ന വാദം എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയാം? നിങ്ങൾ ഒന്നുകിൽ ഹല്ലാജിനെ കാഫറായി അംഗീകരിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ. എന്നിട്ട് കാഫറായി അംഗീകരിച്ചിട്ട് ഈ പറയപ്പെട്ട ഈ ഫൈസി എഴുതിയിട്ടുള്ള ഈ കീറാമുട്ടി ഭാണ്ഡങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മൊയ്തിമാലയും എല്ലാം നിങ്ങൾ തള്ളണം. ഇനി പറയണം ഈ ഇത് എഴുതിയിട്ടുള്ള ഹസനിമാരോട് ചോദിക്കട്ടെ, അള്ളാഹു അല്ലാതെ പടച്ചോനുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫൈസിയ മുസ്ലിമാണോ മാപ്പിള ജാതിയാണോ? നിങ്ങൾ വിശദീകരിക്കണം സമസ്തക്കാര്. നിങ്ങൾ പറഞ്ഞത് മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല എന്ന് പറഞ്ഞു. ഫൈസൽ ഹസൻ എഴുതിയതെന്താ? മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല. അപ്പൊ ഇതൊക്കെ ഏത് ജാതിയാ? ഇതൊക്കെ സമസ്തന്റെ വലിയ നേതാക്കന്മാരാണ്. ഈ പുസ്തകത്തിലുള്ള സമസ്ത നേതാക്കന്മാർ. ഇതൊക്കെ തള്ളാതെ നിങ്ങൾക്കൊരിക്കലും തന്നെ ഈ വാദത്തെ അല്ലെങ്കിൽ ഈ പാട്ടിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹോദരന്മാരെ. ഇനി മാത്രമല്ല, അതേപോലെ തന്നെ പിഴച്ച വേറൊരു ടീമാണ് ഇബ്നു അറബി എന്ന് പറയുന്ന ആള്. ഇബ്നു അറബിയെ സംബന്ധിച്ചിടത്തോളം എന്താ പണ്ഡിതന്മാർ പറഞ്ഞറിയോ? ഇബ്നു അറബി കാഫിറാണെന്ന് ഇമാം ബുൽഖൈനി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ, എത്ര സുബുക്കി വരെ ഷാഫി മദ്ഹബിൽ നിങ്ങൾ ഇസ്തിഖാസക്ക് തെളിവാക്കുന്ന വലിയ പണ്ഡിതനാണല്ലോ സുബുക്കി. ആ സുബുക്കി വരെ എന്താണ് ഇബ്നു അറബിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്? ഇബ്നു അറബി ഒമൻ കാന മിൻ ഹൗലായി സൂഫി അൽ മുതഅഖിരീന കഇബ്നു അറബി വഗൈരിഹി ഫഹും ദുല്ലാലുൻ ജുഹാൽ ഖാരിജൂന അൻ തരീഖിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ വഴിയിൽ തെറ്റിപ്പോയിട്ടുള്ള ജാഹിലുകളാണവർ. ഇബ്നു അറബി ജാഹിലാണ്. ആ ഇബ്നു അറബി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇബ്നു അറബി പറഞ്ഞ എന്താ വെച്ചാൽ എല്ലാം പടച്ചോനെ. അപ്പൊ ഹല്ലാജ് പറഞ്ഞു ഞാൻ പടച്ചോനെന്നാ. പക്ഷെ ഇബ്നു അറബി അല്ല, ഞാൻ നിങ്ങളും എല്ലാവരും പടച്ചോനെ, പടച്ചോനല്ലാത്ത വേറൊന്നും പടല്ല. ഇത് പറഞ്ഞിട്ടുള്ള ഇബ്നു അറബിയെ സംബന്ധിച്ചിടത്തോളം
എന്താണ് സമസ്തന്റെ വാദം? ഇതാ ഇബ്നു അറബി പൊരുകളുടെ സുൽത്താൻ സമസ്തക്കാരിറക്കിയ പുസ്തക. എല്ലാം പടച്ചോനാണ്. എന്ത് ഒരാൾ പിന്നെ പത്തിരി തിന്നാണെങ്കിൽ പത്തിരിയും പടച്ചോനാണ്, തിന്നണവനും പടച്ചോനാ. നിങ്ങൾ എങ്ങനെയുണ്ട്? ഇബ്നു അറബിയെ സംബന്ധിച്ചോ ചരിത്രത്തിൽ കാണാം. മൂപ്പര് ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ പടച്ചോനാണോ? ആ പടച്ചോനാ. അപ്പൊ ഒരു കഴുത ഇങ്ങനെ വരുന്നുണ്ട്, കഴുത പടച്ചോനാണോ? കഴുതും പടച്ചോനാണ്. അപ്പൊ കഴുത എങ്ങനെ അതിന്റെ പിന്നെ കാഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ കഴുതയുടെ കാഷ്ടോ? അതും പടച്ചോനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ പച്ചയായ കുഫർ പറഞ്ഞ ആളാണ് ഇബ്നു അറബി. ഈ ഇബ്നു അറബിയെ സമസ്തക്കാര് അശേഖുൽ കബീർ എന്ന് പറഞ്ഞു. വലിയ മഹാനാണ്. എല്ലാം പഠിച്ച CM മടവൂര് പഠിച്ചവനാന്നപ്പോ ഈ പാട്ടിലുള്ളത്. നിങ്ങൾ പറഞ്ഞതോ CM മടവൂര് മാത്രല്ല, ഈ ഇബ്നു അറബി പറഞ്ഞത് CM മടവൂര് മാത്രല്ല, ഈ മൈക്കും പഠിച്ചവനാണ്, നിങ്ങളും പഠിച്ചവനാണ്, കസേരയും പഠിച്ചവനാണ്, എല്ലാവരും പഠിച്ചവനാ. ആ അറിയാ ഇബ്നു അറബിനെ നിങ്ങൾ ഷെയ്ഖുൽ അക്ബർ എന്ന് പറയും ചെയ്യും, ഈ പാട്ടിനെ വിമർശിക്കുകയും ചെയ്യും. അതെങ്ങനെ ഉണ്ടാകാൻ പറ്റുക? ഒന്നുകിൽ നിങ്ങൾ ഇബ്നു അറബിനെ തള്ളണം. ഇബ്നു അറബിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ കാഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ പറയൂ, സമസ്തക്കാർക്ക് വാദമുണ്ടോ ഇബ്നു അറബിയെ സംബന്ധിച്ച് കാഫർ എന്ന് പറഞ്ഞിട്ടില്ലെന്ന്? ആ ഇബ്നു അറബിയെ സംബന്ധിച്ച് മുസ്തഫ അൽ വൈസി പറഞ്ഞെന്താ അറിയോ? ഇബ്നു അറബിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയാണ്, ഇയാൾ വലിയ ഷെയ്ഖാണ്. ഇബ്നു അറബി വലിയ ഷെയ്ഖാണെന്ന് മാത്രമല്ല, ഇബ്നു അറബി എന്ന് വിമർശിക്കാൻ പാടില്ല. ഇബ്നു അറബി പറഞ്ഞിട്ടില്ല ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊന്നുമില്ല, എല്ലാം പടച്ചവനാണ്. ആ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇബ്നു അറബി തന്റെ പ്രസംഗങ്ങളിലും രചനകളിലും ഉപയോഗിച്ചിരുന്നു. ഇത് ചിലർ വിമർശിച്ചിട്ടുണ്ട്. അള്ളാഹു ഒഴികെ ഒന്നുമില്ലെന്നാണ് ഇതിന്റെ അർത്ഥം. അതിനാൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്ന വാദമാണിത് എന്നിവർ വിശദീകരിക്കുന്നു. വാസ്തവത്തിൽ ഭാഷ പഠിക്കാത്തതാണ് ഈ വിമർശനത്തിന്റെ കാരണം. ഇബ്നു അറബിനെ ന്യായീകരിക്കാൻ എല്ലാം പടച്ചോനെന്ന് പറഞ്ഞത് ഭാഷ തിരിയാത്തവരാണ്. ഞാൻ ചോദിക്കുന്ന സമസ്തക്കാരോട്, ഈ ഇബ്നു അറബിയുടെ ലാ മൗജൂദ ഇല്ലല്ല വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അറബിയെ കാഫറാക്കിയ പണ്ഡിതന്മാർക്കൊന്നും ഭാഷ തിരിയില്ലേ? ഓൽക്കൊന്നും അറബി അറിയില്ലേ? ലാ മൗജൂദ ഇല്ലല്ല, അള്ളാഹു അല്ലാതെ വേറൊന്നുമില്ല. CM മടവൂര് മാത്രല്ല, എല്ലാം പടച്ചവനാണ്. കാന്തപുരം മുസ്ലിയാരും പടച്ചവനാണ്, പേരോടും പടച്ചവനാണ്, അതുപോലെ തന്നെ അസലിമാരും പടച്ചവനാണ്, എല്ലാ സക്കാവിമാരും പടച്ചവനാണ്, ബാപ്പി ഇമ്മിയും പെങ്ങളും എല്ലാവരും പടച്ചവനാണ്. ചോറും ബിരിയാണിയും പുട്ടും കറി എല്ലാം പടച്ചവനാണ്. ഈ വാദം പറയുന്ന ആളുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. അത് തള്ളാതെ ഈ പാട്ടിനെ പറ്റി നിങ്ങളും ഉണ്ടാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. കാരണം ഇത് നിങ്ങളുടെ വാദത്തിൽ നിന്നുണ്ടായതാണ്. ഈ പാട്ടൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഈ പച്ചയായ കുഫറും ഷിർക്കുമൊക്കെ നിങ്ങളുടെ സമസ്തയുടെ ഔദ്യോഗിക നേതാക്കന്മാരാണ്. മുസ്തഫ അൽ ഫൈസി സാധാരണക്കാരൻ നിങ്ങൾക്ക് വാദമുണ്ടോ? സാധാരണക്കാരൻ നിങ്ങൾക്ക് പറയാൻ കഴിയോ? അല്ലെങ്കിൽ മുസ്തഫ അൽ ഫൈസി മാപ്പിള ജാതി ഇല്ല എന്ന് പറയും ഫൈസൽ ഹസന്റെ ഭാഷയിൽ, അല്ലെങ്കിൽ അയാൾ നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നു പറയും. അത് പറയാതെ പേരുടെ മുസ്ലിയാർക്കും ഉണ്ടാൻ കഴിയില്ല. അതുപോലെ തന്നെ കുരുവട്ടൂരികൾക്ക് വാദമുണ്ടോ? കുരുവട്ടൂരികൾ പറഞ്ഞു ഞങ്ങൾ ഈ പാട്ടിനെ അംഗീകരിക്കില്ല. ഇന്ന് ഈ ഇബ്നു അറബി നിങ്ങൾ അംഗീകരിക്കണില്ലേ? എല്ലാം പടച്ചോനാന്ന് പറഞ്ഞ് ഇബ്നു അറബി നിങ്ങൾ അംഗീകരിക്കണില്ലേ? ഇബ്നു അറബിയെ തള്ളാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഈ പാട്ട് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, അത് നിങ്ങളുടെ വാദങ്ങളുടെ പരിണിത ഫലമായിക്കൊണ്ട് ഇവിടെ ഉണ്ടായതാണ്. സഹോദരന്മാർ, ഇത് മാത്രമാണോ ഇവർ പറഞ്ഞിട്ടുള്ളത്? ഇതെന്റെ കയ്യിൽ എന്താ അറിയോ? സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്ന ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞ KVM പന്താവൂരി എഴുതിയ പുസ്തകമാണ്. ഇത് ഇയാള് മാത്രല്ല, ഈ മുസ്തഫ അൽ ഫൈസി മാത്രമല്ല, സമസ്തന്റെ എല്ലാ നേതാക്കന്മാരും എഴുതിയിട്ടുണ്ട്. KVM പന്താവൂരിനെ കുറിച്ച് എന്താ സമസ്തന്റെ വിശ്വാസം എന്നറിയോ? സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾന്ന തറവാട്ട് മൂപ്പനാണ് മൂപ്പര്. ഈ സുന്നി തറവാട്ടിലെ മൂപ്പനാണിത്. ആ മൂപ്പന്റെ പുസ്തകത്തിൽ എന്താണെന്ന് അറിയോ? എല്ലാം പഠിച്ചവനും തന്നെ, എല്ലാം പഠിച്ചവനെന്ന് മാത്രമല്ല, കേട്ടാൽ എൻ്റെ സമസ്തയുടെ സാധാരണക്കാർ ശരിക്ക് ചിന്തിച്ചോളി. മടവൂര് പഠിച്ചവനെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിയല്ലോ, നിങ്ങൾ ഞെട്ടാനായിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിവിട്ട പുസ്തകത്തിൽ നിന്ന് വായിക്കണം കേട്ടോ. ഇത് ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഇൻസാനുൽ കാമിലിന്റെ മൂന്നാമത്തെ പതിപ്പ്, മൂന്നാമത്തെ വാള്യത്തിൽ 251 പേജിൽ എന്താ എഴുതിയത്? ശരിക്കും ഇതൊന്നും മുജാഹിദീങ്ങൾ എഴുതിണ്ടാക്കിയല്ല. ചില ആൾക്കാർ ഈ പാട്ട് ആദ്യം ഇറങ്ങിയപ്പോൾ നമ്മുടെ മമ്പാടുള്ള ചെങ്ങായുണ്ട്, ഓൻ ആദ്യം പറഞ്ഞത് ഫൈസൽ മൗലയും മുജാഹിദ് ബാലുശ്ശേരി ഉണ്ടാക്കിയതാ. ഞമ്മക്കിവിടെ ഹക്കാളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ ഉള്ള സമയം തേണില്ല. ഇങ്ങോട്ട് ഇപ്പം നിങ്ങൾ ഈ കുഫറിന്റെ പാട്ടുണ്ടാക്കി എടുക്കണ നേരല്ലേ നമുക്ക്? ഇത് ഞാൻ മുജാഹിദീങ്ങൾ എഴുതിണ്ടാക്കിയെന്ന് പറയണ്ട. എന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ തറവാട്ടിലെ മൂപ്പൻ എഴുതിയതാ. സാഹിത്യ തറവാട്ടിലെ മൂപ്പന്റെ വാചക ഞാൻ പറഞ്ഞത്. എന്താ ശരിക്കും സമസ്തയിലെ സാധാരണക്കാർ ചിന്തിച്ചോളി.
നിങ്ങളുടെ ഈ പണ്ഡിതന്മാർ എവിടുക്കാൻ നയിക്കണത്? ഇതിൻ്റെ 251 പേജിൽ പറയണം. എന്താ അറിയോ ആ പേജിൻ്റെ ഹെഡിങ്ങിന്? എന്താ അറിയാം എനിക്ക്? പേജിൻ്റെ ഹെഡിങ്ങിന് വളരെ വിചിത്രമാണ്. സത്യനിഷേധത്തിലെ സത്യം. സത്യനിഷേധത്തിലെ സത്യം. അങ്ങനെ സത്യം ഉണ്ടാവോ? സത്യത്തെ നിഷേധിക്കുന്നത് തന്നെ സത്യം. കേട്ടോളി, ഇതാ സത്യനിഷേധികളും അവരുടെ സത്ത കൊണ്ട് ആരാധിച്ചത് അള്ളാഹുവിനെ തന്നെയാണ്. കാരണം പ്രപഞ്ചത്തിന്റെ പൊരുൾ അള്ളാഹു ആണല്ലോ. ആ സത്യനിഷേധികളുടെ പൊരുളും അവൻ തന്നെ. അവരും പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണല്ലോ. അവർ തങ്ങൾക്കൊരു രക്ഷിതാവിനെ നിഷേധിച്ചു. കാരണം അവരുടെ പൊരുളാണ് അള്ളാഹു. അവന് രക്ഷിതാവില്ലല്ലോ, അവൻ തന്നെയാണല്ലോ നിരുപാധികമായ രക്ഷിതാവ്. അതിനാൽ സത്യനിഷേധികൾ അവരുടെ സത്തകളുടെ താല്പര്യമനുസരിച്ച് ആരാധന ചെയ്തു. ആ സത്ത തന്നെയാണ് അള്ളാഹുവിൻ്റെയും സത്ത. അവരിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചവരുണ്ട്. അള്ളാഹുവിൻ്റെ സത്ത പ്രപഞ്ചത്തിൽ ഓരോ അണുവിലുമുണ്ടല്ലോ, സമ്പൂർണമായുമുണ്ട്. പക്ഷേ ആ അവതരണമോ ഐക്യമോ അല്ലാതെ അള്ളാഹു അവതരിച്ചിട്ടില്ല, ഐക്യപ്പെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും കേട്ടോ. സമസ്തക്കാർ സാധാരണക്കാർ നല്ലോ ചിന്തിച്ചോളി. നിങ്ങൾ പാട്ട് കേട്ടല്ല ഇത് കേട്ട് ഞെട്ടിക്കോളി. നിങ്ങളുടെ ഈ ഈമാനിനെ ഈ പുരോഹിതന്മാർ കോക്കറ്റടിച്ച് നിങ്ങളുടെ നരകത്തിലേക്ക് ഇലാ ജഹന്നമു സുമറ. ഇത് മുജാഹിദികൾ ആരോപണമല്ല, ഇത് മുജാഹിദികൾ വെച്ച് എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനായേ വരൂ. നിങ്ങൾ എന്തിനെ ആരാധിച്ചാലും പാടില്ല. ഇനി CM മുഴുവൻ ആരാധിച്ചാലും കല്ലിനെ ആരാധിച്ചാലും ആ ആരാധന മുഴുവൻ അള്ളാഹുവിനുള്ള ആരാധനയാണ്. ആരാധനക്കാരൻ അവൻ മാത്രം. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങൾ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധനയാകുന്നു. പറയൂ സഹോദരന്മാരെ, ലോകത്ത് പടച്ചറബിന്റെ ഭൂമിയിൽ ഇതിനേക്കാൾ വലിയ കുഫറിന്റെ വാചകമുണ്ടോ? ഉണ്ടോ? മടവൂര് പടച്ചോന അറിവ് നെട്ടിയോ? ഇതെന്താ നെട്ടാത്തങ്ങള്? ഇത് നിങ്ങളുടെ തറവാട്ട് മൂപ്പനെ എഴുതിയതാണ്. നിങ്ങളുടെ തറവാട്ട് മൂപ്പനെ എഴുതിയത്. അത് പറയൂ അഹ്സനിമാരെ, ഇയാൾ ഏതാ ജാതി? മാപ്പിള ജാതിയാണോ? ഇതൊക്കെ എഴുതിയിട്ടാണ് മടവൂര് ഞങ്ങളുടെ പടച്ചോനാന്ന് കുട്ടികൾ പറഞ്ഞത്. അതിന് മിണ്ടാൻ നിങ്ങൾക്ക് അധികാരം? മിണ്ടാൻ പറ്റൂല. മുജാഹിദിങ്ങൾക്ക് മാത്രമേ തൊള്ളർക്കാൻ ഇവിടെ അധികാരമുള്ളൂ. എന്താ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി വായിച്ചു തരിക. ഇതൊക്കെ മുജാഹിദികൾ ഇതില്ല, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി. ഇതിലും വലിയ കുഫർ ലോകത്തുണ്ടോ? നിങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചാലും എന്തിന് ആരാധിച്ചാലും അത് അള്ളാഹുവിനായേ വരൂ. ആരാധനക്കാരൻ അവൻ മാത്രം. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധന തന്നെ. അവരുടെ ഉദ്ദേശവും നിയത്തും എന്തായാലും കുഴപ്പമില്ല. ആരാധന അള്ളാഹുവിന് തന്നെയേ വരൂ. കേട്ടങ്ങള്? പിന്നെ എങ്ങനെ മടവൂര് പടച്ചോനെന്ന് കുട്ടികൾ പാടാതെക്കുക? ഒരു മടവൂരല്ലേ? ഇനി ഒരു വിഗ്രഹത്തെ, ഗുരുവായൂരപ്പനെ നിങ്ങൾ ആരാധിച്ചാലും ഏത് വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചാലും അവൻ ആരാധിക്കുന്ന പടച്ചറബനെയാണെന്ന പച്ച കുഫർ എഴുതിയത് നിങ്ങളെ തറവാട്ട് മൂപ്പനാണ്. ഇതൊക്കെ നിഷേധിച്ച് തള്ളി പറയാതെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റൂല. മനസ്സിലായോ സഹോദരന്മാർ? എത്രമാത്രം കബറത്ത് കലിമത്തുൻ തഖ്റുജു മിൻ അഫ്വാഹിം. തീർന്നിട്ടില്ല. ഇനി കേട്ടോളി. ലോകത്ത് പ്രകൃതി ഇബ്ലീസിന് മോക്ഷം ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുള്ളത്. ഇബ്ലീസ് കാഫറല്ലാന്ന് ഇതിലുണ്ട്. ഇതൊന്നും വായിക്കാൻ സമയമില്ലാത്തോണ്ടാ. ഇതൊക്കെ സാധാരണക്ക് നിങ്ങൾ ആലോചിച്ച്. ഇബ്ലീസ് കാഫറല്ല പോലും, നഊദു ബില്ലാഹ്. ഇബ്ലീസിന് മോക്ഷം ഉണ്ടെന്ന്. ഇബ്ലീസിന് മോക്ഷം ഇതിന്റെ 64-ാമത്തെ പേജിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇബ്ലീസ് രക്ഷപ്പെട്ട പിന്നെ ഞാരെ കുടുങ്ങ? ഇപ്പൊ നരകത്തിൽ ഇപ്പൊ ഞാനുണ്ടാകാൻ മാത്രമല്ല, നരകത്തിൽ ഇയാൾ പറഞ്ഞതറിയോ? നരകത്തിലുള്ളത് മഹാന്മാരും നരകത്തിൽ പോകുന്ന. കാരണം എന്താ? നരകം അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ചില മഹാന്മാര് പറയും, ഞാൻ സ്വർഗത്ത് പോണില്ല, ഞാൻ നരകത്തേക്ക് പോവുകയാണ്. കാരണം സ്വർഗം അള്ളാഹിന്റെ സൃഷ്ടിയാണ്, നരകം അള്ളാഹിന്റെ സൃഷ്ടിയാണല്ലോ. അപ്പൊ നരകവും ചില ആളുകൾക്ക് ആനന്ദമുണ്ടാകും. അത് മനസ്സമാധാനത്തിന് നല്ലതാ. മനസ്സിലായില്ലേ? ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറുതെ പറയില്ല. നിഷേധിക്കൂ നിങ്ങൾ. വായിച്ചാണ് കൽപ്പിച്ചത്. സാധാരണക്കാരെന്നതൊക്കെ മനസ്സിലാക്കിക്കോളി. മുജാഹിദികൾ വെറുതെ വിമർശിക്കല്ല. ഇതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ പച്ചയായ കുഫറിന്റെ വാദങ്ങൾ ഈ സമസ്തക്കാർ ഒഴിവാക്കാതെ അത് നിങ്ങൾ സമുദായത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നിടത്തോളം കാലം ഈ പാട്ടിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. മടവൂരാരാ പടച്ചോന്ന് ചോദിച്ചാൽ ഞങ്ങളെ പടച്ചോ മടവൂരാന്ന് ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല, എല്ലാവരും പടച്ചോനാണ് നിങ്ങൾ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. വിഗ്രഹവും പടച്ചോനാണ് എന്നാ. വിഗ്രഹവും പടച്ചോൻ അതല്ല പറഞ്ഞു. വിഗ്രഹത്തെ ആരാധിച്ചാലും പടച്ചോനുള്ള ആരാധനയാണ്. ഇനി കേട്ടോ, ഇത് മാത്രല്ല, സാഹിത്യ തറവാട്ടിലെ കാവലാളിന്റെ മറ്റൊരു വാചകം കേട്ടോ. മുജാഹിദികൾ ഇതുണ്ടാക്കിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല
ഇത് ഗ്രഹിക്കാൻ മൂന്നാമത്തെ ദശയിലെത്തുക തന്നെ വേണം. കാരണം ഇഹത്തിലും പരത്തിലുമൊക്കെ മശീട്ട് നോക്കിയാലും അള്ളാഹുവിനല്ലാതെ കാണില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കോ, പിന്നെ ഇക്കാണുന്നതൊക്കെ പിണ്ണാക്കാണെന്നായിരിക്കും. ഇക്കാണുന്നതൊക്കെ പിണ്ണാക്കാണോ എന്നതായിരിക്കും. പിണ്ണാക്കല്ല. കാരണം പിണ്ണാക്കുമില്ല, ഉള്ളത് സത്യത്തിൽ അള്ളാഹു മാത്രം. പിണ്ണാക്കായി നാം കാണുന്നതും പിണ്ണാക്കല്ല, അള്ളാഹുവിന്റെ ചൈതന്യമാണ്. ഞാനും നിങ്ങളുമടക്കം സകല പ്രപഞ്ചങ്ങളും അള്ളാഹുവിന്റെ ചൈതന്യങ്ങൾ മാത്രം. അവയൊന്നുമില്ല, ഉള്ളത് അള്ളാഹു മാത്രം. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല. ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരുടെ തൗഹീദ്, കലിമയുടെ സാക്ഷാത്കാരം. ഷേഖ് ബീരാൻ ഔലിയപ്പാപ്പ ദിക്ർ നോക്കുക. ലാ കണ്ണ് ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ലിസാന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കും നാവും പല്ലും കല്ലും മുള്ളുമൊന്നുമില്ല, അള്ളാഹു മാത്രം. ഇതൊക്കെ നിങ്ങൾ എഴുതി വിട്ടതാ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിഷേധിച്ച് ഇതെല്ലാം ഈ ഇബ്നു അറബിയുടെ വാചകങ്ങളും ഹല്ലാജിന്റെ വാചകങ്ങളും മൊയ്തീമാലയും എന്ന് പറയുന്ന സകലമാന ഖുറാഫാത്ത് കുഫ്രിയത്തിന്റെ മുഴുവൻ വാദങ്ങളും നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ പേരോട് പറഞ്ഞ് ആ എങ്ങനെ പിന്നെ ശരിക്കും ഇങ്ങനെ അടുത്ത് വരുന്നുണ്ടല്ലോ, വരട്ടെ. പക്ഷെ ഇതൊക്കെ നിങ്ങൾ തള്ളണം. ഇത് തള്ളിയിട്ടേ ഈ മടവൂര് പടച്ചോനാന്നുള്ള വാദത്തെ നിങ്ങൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളൂ. കാരണം അതിനേക്കാൾ വലിയ കുഫ്രിയത്ത്, ഈ പാട്ടിലുള്ളതിനേക്കാൾ വലിയ അപകടങ്ങൾ നിങ്ങളുടെ സമുദായത്തെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ ചിന്തിക്കണം. ഇത് ഒരു സുപ്രഭാതത്തിലുണ്ടായൊരു വാദമല്ല. ഇത് എല്ലാ സമസ്തയുടെ ഗ്രൂപ്പുകളും ഇതിന് പിന്നെ മറുപടി പറയണം. കാരണം എന്താ വെച്ചാൽ ഹല്ലാജും ഇബ്നു അറബിയും അതുപോലെ തന്നെ അബ്ദുൽ കരീം ജീലിയൊന്നും ഒരു ഗ്രൂപ്പിന്റെ കുത്തകയില്ല. അത് സമസ്തയാണെങ്കിലും ഇനി കുരുവട്ടൂരികളാണെങ്കിലും ഇനി സമസ്ഥാനയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അവരൊക്കെ ഇത് അംഗീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നിഷേധിച്ചിട്ടേ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ മിണ്ടാൻ അർഹതയുള്ളൂ. ഇത് കൃത്യമായി നിങ്ങൾ നിലപാട് കൃത്യമായി ആളുകൾ തുറന്നു പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷമുള്ള സംസാരം ഫൈസൽ മൗലവി നടത്തും. കൃത്യമായി ഇതിൻ്റെ പിന്നെ പ്രമാണങ്ങൾ സഹിതം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.